JK പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കിളിക്കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. നമുക്കപ്പോൾ കിട്ടിയ കിളിക്കുഞ്ഞിനെ നമ്മൾ ഈ കൂട്ടിനകത്തോട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിന് കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ കൂടി സാധനത്തിനകത്താണ്. നമ്മളിന്ന് പുതിയ ഇത് വാങ്ങുന്നുണ്ട്. നമ്മൾ പുതിയതായിട്ട് സിറിഞ്ച് വാങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ തീറ്റ ഇതിനകത്താണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് അധികം ഇതിനകത്ത് കൊടുത്തിട്ട് ഉപകാരമൊന്നുമില്ല, മര്യാദയ്ക്ക് കഴിക്കൂല. അപ്പോൾ ഇതാ അപ്പോൾ ഇതിനകത്താണ് ഇതിന് ഇട്ടേക്കുന്നത് ഇപ്പോൾ തൽക്കാലത്തേന്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വെച്ചില്ലേ പൂച്ച പിടിക്കും. അതിൻ്റെ അടിയിൽ നിന്ന് അള്ളുന്നതുകൊണ്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ അയച്ചു വിടും. ഇതിനെ കുറച്ച് നേരം കഴിഞ്ഞ് തന്നെ ഇതിനകത്ത് തന്നെ അയച്ചു വിടും. പിന്നെ പുറത്തോട്ട് നമ്മൾ വിടും പറക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ, ഒരു കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇതുവരെ ഒരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഇതിന് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഗൈസ് കുഴപ്പമൊന്നുമില്ലാതെ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നന്നായിട്ട് ഇപ്പോൾ കഴിച്ചു. നമ്മൾ 3 നേരം കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ 2 നേരം കൊടുക്കുകയുള്ളൂ. 2 നേരം നല്ല രീതിക്ക് കൊടുത്തിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇന്നലെ നമ്മൾ ഇട്ട കള്ളി, ഈ ഒരു കള്ളിയിൽ നമ്മൾ ഇട്ടു, ഈ കള്ളിയിലിട്ടു, ഈ കള്ളിയിലിട്ടു. ഈ 3 കളികളിലാണ് ഇത്രയും ദിവസം ഇട്ടത്. അപ്പം ലാസ്റ്റ് ഇന്ന് ഇങ്ങോട്ടിട്ടു. മഴ പെയ്യുന്നത് അവിടെ മഴ ഇച്ചിരി കൊള്ളുന്ന സ്ഥലം, അധികം ഇതില്ലാത്തതുകൊണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ കിളിക്കുഞ്ഞിനെ. നമുക്കൊന്ന് അഴിച്ച് കാണിക്കാം. ഞാൻ കുറച്ച് മീനുകളെയും കൂടെ കാണിക്കാം നമ്മുടെ, അതും കൂടെ കാണിക്കട്ടെ. അപ്പോൾ പിന്നെ ഉള്ളത് നമ്മൾ ഗപ്പീസിനെ കാണിക്കാം. ഇതിനകത്തിപ്പോൾ മീനുകളെല്ലാം ചാവാനായ പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് കുറേ മീനുകളുണ്ട് ഇപ്പം. നേരത്തെ വീട്ടിലിപ്പോൾ കുറച്ച് മീനുകളെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവർക്ക് തീറ്റ കൊടുത്തിട്ടില്ല, നാളെ ഇനി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മീനുകളെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് കുറേ കാര്യങ്ങളൊക്കെ നോക്കണം, അല്ലെങ്കിൽ അത് ചത്തു പോകത്തേ ഉള്ളൂ. പിന്നെ നമ്മുടെ അടുത്തുനിന്ന് മേടിച്ചെന്നും പറഞ്ഞിട്ട് മേടിച്ചവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് മേടിക്കാൻ നമ്മൾ അതിന് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിക്ക് തീറ്റ കൊടുക്കണം. 2 ദിവസത്തിൽ കൂടുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത്. ഇപ്പോൾ കുറേ പെരുകി. അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. ഇതിൻ്റെ ഇലയെല്ലാം, ആമ്പലിൻ്റെ ഇലയെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കണം. എന്നാലേ നിങ്ങൾക്ക് എയർ എടുക്കാനുള്ള ഒരു സ്പേസ് കിട്ടത്തുള്ളൂ. പിന്നെ മഴ പെയ്ത് വെള്ളം ഇത്രയൊക്കെ ആകുമ്പോഴത്തേനും കുറേ മീനുകൾ പൊന്തും. പിന്നെ ചാടുന്ന സ്വഭാവമുള്ള ഗപ്പികളൊക്കെ ചില ഗപ്പികൾക്ക് ചാടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതെല്ലാം ചാടിപ്പോവും. അപ്പോൾ ചാടുമ്പോൾ അപ്പം ചാടാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണേൽ ഇത്രയും വെള്ളം ഞാൻ എല്ലാ ദിവസവും കുറച്ചിടും. സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും കുറയ്ക്കും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നത്. നമ്മൾ നേരത്തെ വീട്ടിലെ ഗപ്പി നമ്മളൊരു ഷോർട്ട് വീഡിയോക്കകത്ത്, അടുത്ത ഷോർട്ട് വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അത് നാളെ ആയിരിക്കും മിക്കവാറും ഞാൻ ഇടാൻ സമയം. നാളെ കിട്ടുമോയെന്നറിയത്തില്ല. നമ്മൾ മിക്കവാറും നാളെ തന്നെ ഇടുമായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ ആ ഷോർട്ട് വീഡിയോയ്ക്ക് നമ്മൾ മേലെ കൊണ്ടിട്ട് ഗപ്പികളെ കാണിക്കാം. പിന്നെ ഇന്ന് ഇതിനകത്തുനിന്ന് കുറച്ചെണ്ണത്തിന് മേലെ കൊണ്ട് ഇടാനുണ്ട്. അപ്പോൾ കൊണ്ട് ഇടുന്ന വീഡിയോ ആണെങ്കിൽ നമുക്ക് എടുക്കാം. ഗോൾഡ് ഫിഷിനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബ്രീഡ് ആവറാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മുടെ ഏറ്റവും ആദ്യത്തെ വീഡിയോ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോക്കകത്താണ് നമ്മൾ ഇതിലൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ നമ്മളൊരു ഫാമൊക്കെ പോലെയായിരുന്നു. പിന്നെ അതൊക്കെ നിർത്തി. അപ്പം ഗോൾഡ് ഫിഷ് മിക്സഡ് പീസിനെ മാത്രം നമ്മളിവിടെ വളർത്തുന്നുള്ളൂ. ഗ്രീൻ ഡെയിലൊക്കെയുള്ള ഗപ്പിയൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത്. എല്ലാം വെറൈറ്റിയാണ്. ഒക്കെ ബിഗ് ഇയർ ക്രോസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഒരു ബിഗ് ഇയർ ക്രോസിനെ മേലെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പശുക്കിടാക്കളെ കാണിക്കാം. കണ്ടോ, ഇന്ന് വിരിഞ്ഞ പൂവാണ്. നല്ല പൂവൊക്കെ വിരിയും. അപ്പോൾ സ്ഥിരം പൂവുണ്ട് ഇതിന്. ഡെയിലി പൂവുള്ള ചെടി തന്നെയാണ് ഈ ആമ്പൽ. നമ്മൾ ആമ്പലും വിൽക്കുന്നുണ്ട് തയ്യ്. അപ്പോൾ നമുക്ക് പോയിട്ട് താഴെ പോയിട്ട് നമുക്കവിടെ നമ്മുടെ പശുക്കിടാക്കളെ നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോകാൻ ഒരു പശു നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഇങ്ങോട്ട്. കാക്കയുടെ അടുത്ത് പോകും. ഇതൊക്കെ ഇച്ചിരി കുത്തുള്ളതാണ്. അപ്പോൾ ഒന്നും കുത്തുന്നു. ഇതാ ഒരു പാവം പെൺകുഞ്ഞാണ്. പാവം, ഒന്നും ചെയ്യത്തൊന്നുമില്ല. പക്ഷെ അവൻ ഇച്ചിരി ഇടിയാണ്. നമുക്കിവിടെ ഒരു കിടാവുണ്ടായിരുന്നു. അപ്പോൾ അതും പെണ്ണായിരുന്നു. അതിന് നമ്മൾ വിറ്റിട്ട് പുതിയ ഒരു കിടാവിനെ മേടിച്ച്, ഒരു പശുവിനെ വാങ്ങിച്ചായിരുന്നു. ഒരു ബ്രൗൺ ആണത്. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കിട്ടിയൊരു കുഞ്ഞാണിത്. ഇത് മൂരിയാണ്. ഭയങ്കര ഇടിയാണ് ഇതിന്. നമ്മളിവിടെ ഭയങ്കര അങ്ങാടിക്കുഴി പോലത്തെ ഒരു കുരുവികൾ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അതിന് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. താഴോട്ട് പോയി നോക്കട്ടെ. ഒച്ച കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒച്ച കേട്ടിട്ട് നമ്മുടെ കിളിക്കുഞ്ഞും എപ്പോഴും ഒച്ചപ്പാടുണ്ടാക്കും. ഇടയ്ക്ക് പൂച്ച പിടിക്കുന്ന പോലെയുള്ള ഒരു ഒച്ചയാണ്. നമ്മളിവിടെ ഏകദേശം ഒരു 3-4 പൂച്ചയുണ്ട്. അപ്പോൾ അതുങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മറ്റേ കിളീനെ വന്ന് മാന്തിയത്. നമ്മൾ വീഡിയോ എടുക്കാൻ നേരത്ത് 2 മിനിറ്റ് മുമ്പ് പൂച്ച ഇങ്ങോട്ട് വന്നായിരുന്നു. പൂച്ചനെ ഓടിച്ചു. ഇതാ നമ്മൾ കോഴികളെല്ലാം ഉണ്ട് ഇവിടെ. ഇതിലെ പോകാൻ കിളിക്കുഞ്ഞിനെ കാണാൻ പറ്റുമോ നോക്കട്ടെ.
പിന്നെ ഇതാണ് ഞാൻ എൻ്റെ ചെടി നട്ടേക്കുന്ന സ്ഥലം മൊത്തം. അപ്പോൾ ഇത് കാണിക്കണ്ട, ഇത് കാണാനും വിലയൊന്നുമില്ല. ഇതിനകത്താണ് നമ്മൾ ആദ്യം കിളിക്കുഞ്ഞ് ഇടാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിനകത്ത് ഇടുവൊന്നുമില്ല, ഞാൻ വെറുതെ വെച്ചേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അധികം ഇടയൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കിളികളെ മാറ്റാനൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ലതാണ്, വേറെ ഒന്നിനും കൊള്ളതൊന്നുമില്ല. പിന്നെ ഞാൻ പണ്ട് മീനെ വളർത്തിയ ടാങ്കുകളായിരുന്നു. ഇപ്പോൾ ഇതിനകത്താണ് കൂത്താടികളെ കൾച്ചർ ചെയ്യാൻ വേണ്ടി. കൾച്ചർ ചെയ്യുന്നില്ല, അത്യാവശ്യം ഉണ്ട്. കണ്ടോ, ഇതിനകത്തൊന്ന് കോരി നമുക്ക് മീൻ കൊടുക്കാം. ഇതിനകത്തെല്ലാം മീൻ ഇട്ടുകൊണ്ടിരുന്നത്. നമുക്ക് ഇനി അടുത്ത അവധിക്ക് നമുക്ക് മീനെ വളർത്താം. അപ്പോൾ നമുക്ക് കുറേ ജാതിക്കയൊക്കെ ഉണ്ട്. പിന്നെ കാറ്റക്സ് ചെടി നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ കാറ്റക്സ് ചെടി നല്ല മുള്ളാണ് ഇതിന്. ഇപ്പോൾ നമ്മുടെ അടുത്ത് അത്യാവശ്യമുണ്ട്. കിളിക്കുഞ്ഞിൻ്റെ ഒച്ച നോക്കുന്ന സ്ഥലത്തോട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്, ഒച്ചയുള്ളൂ, ഒന്നിനെയും കാണുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ കിളിക്കുഞ്ഞിനെ, നമ്മളിപ്പോൾ കാണിച്ച കിളിക്കുഞ്ഞിനെ നമ്മൾ അഴിച്ചു വിട്ട സമയത്ത് അത് അവിടുന്ന് ഇങ്ങോട്ട് വന്നായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് തുള്ളി വന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കോട്ടങ്ങ് കയറിപ്പോയി. പിന്നെ നമുക്ക് കിട്ടൂലെന്ന് വിചാരിച്ച് നമ്മൾ മൊത്തം കമ്പും എല്ലാം അടിച്ച് പറിച്ച് എല്ലാം മാറ്റിയിട്ടാണ് എടുത്തുകൊണ്ട് വന്നത്. ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ ചാടി വന്നായിരുന്നു, നമ്മളെന്നിട്ട് പിടിച്ചപ്പുറത്തൊന്ന് മാറ്റി ചെയ്തേ. നമുക്കപ്പോൾ ഒരു ആപ്പിൾ സ്നേഹിലുള്ളൊരു കിണറുണ്ട്, അത് കാണിച്ചു തരാം. നമ്മളീ കാണുന്ന പൊട്ടക്കിൻറ്റിൽ കുറച്ച് 2-3 ആപ്പിൾ സ്നേഹിലിനെ ആദ്യം കൊണ്ടിട്ടായിരുന്നു. അത് ചത്തെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നമ്മൾ 2 ആപ്പിൾ സ്നേഹിലിട്ടു. പിന്നെ അത് 5-6 കൂടെ കൊണ്ടുവന്നിട്ടു. പിന്നെ ഒരു വലുതിനെയും ചെറുതിനെല്ലാം കൊണ്ടുവന്നിട്ടു. അപ്പോൾ കുറേ വട്ടമായിട്ട് കുറേ ആപ്പിൾ സ്നേഹിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതെങ്കിലും കാരണവശാൽ എപ്പോഴേലൊക്കെ പറ്റിക്കും നമുക്ക് അത്ര കുറേ ആപ്പിൾ സ്നേഹിൽ പെറ്റ് വരി ഇതിനെ കിട്ടും. പിന്നെ നമ്മൾ മിക്സഡ് എപ്പീസിനെയും ഈ പ്ലാറ്റിനം ബിഗറിനെയും എല്ലാത്തിനും നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഡംബോയിനെ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടോ ഇതിനകത്തോട്ടാണ് ഇട്ടത്. അധികം ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ സ്ഥലത്ത് എന്താ ഇവിടെ കിളിയുണ്ട്. ഒച്ച കേൾക്കുന്ന സ്ഥലത്തോട്ട് നോക്കിയിട്ടും കാര്യമില്ല. ഇതാ ഗൈസ്, ഇതാ മരത്തേഴ്. ഈ മരത്തേലുണ്ട്, ഈ നിങ്ങളിപ്പോൾ കാണുന്ന ഈ മരത്തേലുണ്ട്. ഈ മരത്തേലൊരു മൂലയ്ക്കുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കണ്ടു, അതിനെ കാണാനും കൂടെ കാണുന്നില്ല. ഇപ്പോൾ വീഡിയോ എടുക്കാൻ നേരത്തെ അങ്ങോട്ട് തുള്ളി പോകുന്നുണ്ട്. കിളീനെ നോക്കി മടുത്തു. അതൊക്കെ തിരിച്ച് നമ്മുടെ കിളിക്കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോകാം. ആ പൂച്ച ഇങ്ങോട്ട് വരാൻ ഞാനിപ്പോൾ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള പൂച്ചകൾ അത്യാവശ്യം പൂച്ച ഉണ്ട്. ഒരു വലിയ പൂച്ച, അതിൻ്റെ 2-3 തവണ ഉണ്ടായ കുഞ്ഞുങ്ങളൊക്കെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ കൂടുതലും പൂച്ചകൾ. അപ്പോൾ നമുക്ക് പൂച്ചേൻ്റെ നമുക്ക് ഒരു വട്ടം ഇതേക്കൂട്ട് കിളീൻ്റെ ഒരു വലുതിനെ കിട്ടിയായിരുന്നു ചത്തത്. നമ്മളെന്നിട്ട് ഇങ്ങനെ മേലെ കൊണ്ട് കളഞ്ഞു വന്നിട്ട്. കിളിക്കുഞ്ഞിന് കുഴപ്പമില്ല, നമുക്ക് കിളിക്കുഞ്ഞിനെ ഒന്ന് അഴിച്ചു കാണിക്കാം. അഴിച്ചു കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. വേണം കിളിക്കുഞ്ഞിനെ അയക്കാം. കണ്ടോ, കുഴപ്പമൊന്നുമില്ല. പുറത്തൊരു മുറുകേ ഉള്ളൂ. ചക്കൻ ഭയങ്കര ആക്റ്റീവാണ്. വടാ ഇവൻ ഇങ്ങനെ കൂട്ടിലിട്ടിട്ട് വലിയ പൂച്ച വന്ന് റാഞ്ചും. അപ്പം നമ്മൾ എല്ലാ ദിവസവും ഈ മാറ്റി കഴുകുന്നുണ്ട്. ചെറുതായിട്ട് ഇതിനകത്ത് ഉറുമ്പൊക്കെ ഉണ്ട്, നമുക്കിത് കൊട്ടണം. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനു മുമ്പ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.